ഹലോ ഗൈസ്, ഇത് നാച്ച് വണ്ടർവേൾഡിൽ നിന്നാണ്. ഞാൻ നിങ്ങളുടെ നജിന. ഇന്ന് ഞാനൊരു ചെറിയ ഒരു ഡിഷ്, ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. കറിയല്ല, മുട്ട ചിക്കി തക്കാളിയുമായി ചിക്കി വറുത്തതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ചപ്പാത്തിക്കും ഗോതമ്പ് ദോശയ്ക്കൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് കഴിക്കുന്നത്. അതിന് ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിന് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ചെറിയ തക്കാളി ആയതുകൊണ്ട് 2 തക്കാളിയും ഒരു വലിയ സവാളയും കുറച്ച് ഗ്രീൻ ചില്ലീസും കുറച്ച് മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു തുണ്ട് ഇഞ്ചി നന്നായിട്ട് അരിഞ്ഞതുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ സവാള ബിഗ് വണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ തക്കാളി എൻ്റെ കയ്യിൽ ചെറുതായതുകൊണ്ട് 2 എണ്ണം എടുത്തുവെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒന്നാം സാധാരണ എടുക്കുന്ന 2 മുട്ടയും. പാൻ വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. പിന്നെ അത് നന്നായി പൊട്ടിയതിന് ശേഷം പച്ചമുളകും ഇഞ്ചിയും നന്നായിട്ട് കുറച്ച് ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ എന്താ, ഇത് മുട്ട ഉടച്ചതെന്ന് പറയും, മുട്ടയും തക്കാളിയും ചിക്കി എന്ന് പറയും. അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ ഇതിന് ഡിഷസ്. അപ്പോൾ അത് അടുത്ത് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്, ഒരു ബിഗ് സവാള, അതായത് ഞാനൊരു വലിയ സവാള എടുത്തത്. അപ്പോൾ കുറച്ച് 2 മുട്ടയായതുകൊണ്ട് നല്ല ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഇനി നമ്മൾ വഴറ്റണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇടത്തില്ല, ഇഞ്ചിയും പച്ചമുളകും സവാളയും കൂടെ നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റാൻ വേണ്ടി, നന്നായിട്ട് വഴഞ്ഞു വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴങ്ങിക്കിട്ടും. പിന്നെന്താ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതേപോലുള്ള ചെറിയ ചെറിയ ഡിഷസ് ഉണ്ടാക്കാറുണ്ടോ? അതായത് വലിയ കറികളൊന്നും വേണ്ട, ഇന്നത്തേക്ക് ഇങ്ങനെയൊക്കെ മതി എന്ന് വിചാരിച്ച് ഉണ്ടാക്കുന്നവർ. ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ചെറിയ കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ കറികളൊക്കെ കഴിക്കുമ്പോൾ, അതായത് ഇങ്ങനെയുള്ള കറികൾ, വെറും മുട്ട ചിക്കി കഴിക്കുന്നത് പുട്ടിൻ്റെ കൂടെയൊക്കെ എനിക്കിഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെന്താ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇന്ന് എന്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്? ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് സാധാരണയായിട്ട് ഗോതമ്പ് മാവ് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായി കലക്കി, ചില സ്ഥലങ്ങളിൽ അതിൽ തേങ്ങ ഇടാറുണ്ട്. ഇവിടെ തേങ്ങ ഇടാതെയാണ് ചുട്ട് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ സവാള ഏകദേശം വഴങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 2 മുട്ട എടുത്ത് നന്നായിട്ട് അടിക്കുക. തക്കാളി അരിഞ്ഞിടുക. തക്കാളി കുറച്ച് വലുതായിട്ട് അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല. കുറച്ച് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നല്ല തക്കാളി നന്നായി ഉടഞ്ഞു ചേരും. ആവശ്യത്തിന് വേണമെങ്കിൽ വീണ്ടും ഉപ്പ് ചേർക്കാം. ഇതുപോലെ ആവും. തക്കാളിയും സവാളയും ഇഞ്ചിയും ഒക്കെ ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 മുട്ടയും കൂടെ അതിലോട്ട് ഒഴിച്ച് ആ മുട്ട നന്നായിട്ട് ഒരു സൈഡിലിട്ട് നന്നായി ചിക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ഈ ടൊമാറ്റോയും ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ ഇനി അങ്ങ് ചിക്കി എടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് നോക്കിക്കോണം. ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തു ഇതിൻ്റെ കൂടെ. അപ്പോൾ ആ ഒരു കുറച്ച് കളറും വരും. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ കുറച്ച് കളറും വരും. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുമ്പോൾ വേണ്ട, ഇതേപോലുള്ള ഇതേപോലെ ചിക്കി എടുക്കും. വേണമെങ്കിൽ വീണ്ടും കടുക് താളിക്കാം. ഞാനൊരു ജസ്റ്റ് ഒരു ഗാർണിഷിങ്ങിനായിട്ടാണ് ആ വറ്റൽമുളക് വെച്ചേക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഗോതമ്പ് ദോശയും. ഗോതമ്പ് ദോശ ഞാൻ വെളിച്ചെണ്ണയിലാണ് സാധാരണ ചുട്ടെടുക്കാറ്. ഗോതമ്പ് ദോശയും മുട്ട തക്കാളി ചിക്കിയതും. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമുക്കതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഇരിക്കുന്നു എന്ന്. മുട്ട ഏത് രൂപത്തിലായാലും ഇറ്റ്സ് വെരി ടേസ്റ്റി. അത് ഗോതമ്പ് ദോശയുമായിട്ട് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. ഇതെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഓൾറെഡി പരീക്ഷിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും ഈ റെസിപ്പി ഭയങ്കര ഈസിയാണ് കേട്ടോ. പിന്നെ